ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? വളരെ സങ്കടമുള്ളൊരു അവസ്ഥയിലൂടെയാണ് കേട്ടോ നമ്മുടെ ഈ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാകണ്ടോ? ഈ അടുത്തൊരു വീഡിയോ എടുത്ത് അതിട്ട് 6-7 മണിക്കൂർ കൊണ്ട് അത് ഒഴിവാക്കേണ്ടി വന്ന്, അതേപോലെ ഇതിൻ്റെ മുമ്പും 2-3 വീഡിയോ അങ്ങനെ ഒഴിവാക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ 50 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള ആളുകളതാണ്. അവരുടെ വീഡിയോ ഇടുമ്പോഴാണ് പലർക്കും നെഗറ്റീവ് പറയാനും പിന്നെ ഇതിനൊക്കെ തോന്നുക. എന്താണത്? 50 വയസ്സിൻ്റെ മുകളിലുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നത് അത്ര വലിയ അപരാധമാണ് ആണോ നമ്മുടെ ഈ സൊസൈറ്റി ചിന്തിച്ച് വെച്ചേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് പിന്നെ പൊതുസമൂഹത്തിൽ അതൊക്കെ നല്ലതാണെന്ന് പറയുന്ന പോലും വന്നിട്ട് ഇതിൻ്റെ താഴത്ത് വന്നിട്ട് ഈ പ്രായത്തിലുള്ള കഴപ്പ് എന്ന് പറയുന്ന കമൻ്റ് ഇടുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരാൾ വിവാഹം ചെയ്യുന്നത് ഇതിനു വേണ്ടി, ലൈംഗികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണോ നിങ്ങളൊക്കെ? എല്ലാവരെയും പറയുകയല്ല കേട്ടോ, കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിതിലൊരു വീഡിയോ ഒരു 55 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സുള്ള പോലെ വീഡിയോ ഇടുമ്പം വരും താഴത്ത്, ഈ പ്രായത്തിലും എന്തിനാ മര്യാദയ്ക്ക് മക്കളെ നോക്കി നിന്നാൽ പോരെ, അങ്ങനെയൊക്കെ. നിങ്ങൾക്കറിയോ ഇവരുടെ സാഹചര്യം എങ്ങനെയാണെന്ന്? ഏത് സാഹചര്യം കൊണ്ടാണ് അവർ വിവാഹം ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? നമുക്ക് ഒരു വാക്ക് പറഞ്ഞ് പോകാൻ ഒരു പണിയും ഇല്ല. നമ്മൾ നമ്മളെ റൂമിലിരുന്ന് ഒരു വാക്ക് പറഞ്ഞങ്ങ് പോവും. മറ്റുള്ളവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം നമുക്കറിയോ? അതറിയാതെ നമ്മളൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഈ കമൻസ് കൊണ്ടാണ് പല വീഡിയോയും ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇതവരുടെ കുടുംബക്കാർ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു നാണക്കേട് പോലെയൊക്കെ ഫീലായിട്ട് ഡിലീറ്റ് ചെയ്യുമെന്ന് പറയൂ. ആ ഡിലീറ്റിലൂടെ ഒരു ജീവിതമാണ് ഇതിൽ കമൻ്റ് ഇടുന്ന നിങ്ങൾ ഓരോരുത്തരും നശിപ്പിക്കുന്നത്. അതിൻ്റെ ശാപം നിങ്ങളെ വിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും പോയിട്ട് കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ എടുക്കുന്നത് എന്തിനാ? അവരുടെ കല്യാണം നടക്കാനാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ആളുകളിലേക്ക് വീഡിയോ എത്തി അവർക്ക് കോള് വന്ന് തുടങ്ങുമ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ട അതും പറഞ്ഞിട്ട് കുടുംബക്കാർ വിളിക്കും. ഈ കുടുംബക്കാർ തന്നെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുന്നത്. ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതും അവർ തന്നെയാണ്. കാരണം ഈ നെഗറ്റീവ് കമൻസും സമൂഹത്തിലുള്ള നിങ്ങളെ പിന്നെ ഇത്താൻ്റെ വീഡിയോ കണ്ടിക്കല്ലോ എന്നുള്ള നാട്ടിലുള്ള ചില ആളുകളുടെ ക്ലീശേ വർത്താനവും കാരണം നമുക്കതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് കുറച്ചൊന്ന് വിശാലമായിട്ടൊന്ന് ചിന്തിച്ചുകൂടെ? നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള, ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ അവകാശപ്പെടുന്ന നമ്മൾ ഇങ്ങനെ തരം താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്കൊരിക്കലും ഈ രീതിയിൽ ഇതിൽ വന്ന് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് കേട്ടോ. നമ്മൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമാകാത്തവരുണ്ട് ഇവൻ എന്തിനെപ്പറ്റി പറഞ്ഞു വരുന്നതെന്നൊന്നും. അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് 2-3 ആഴ്ചയൊക്കെ മുമ്പൊക്കെ പലരുടെയും വീഡിയോസൊക്കെ ഇതിലിടലുണ്ട്. അപ്പോൾ ചിലരുടെ വീട്ടുകാർ തന്നെ ഡയറക്റ്റ് വിളിക്കും, നിങ്ങൾ ഈ വീഡിയോ ചെയ്യണം, നമ്മളൊരു അമ്മായി ഉണ്ട്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്, 55 വയസ്സാണ്, ഭർത്താവ് മരിച്ചാണ്, മക്കളുണ്ട്. ചിലർ മക്കൾ തന്നെ വിളിക്കും. മക്കൾ വിളിച്ചിട്ട് ഉമ്മാക്ക് മറ്റൊരാളെ കണ്ടെത്തണം, ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മാറ്റി വെച്ചതാണ്, ഞങ്ങളൊക്കെ ഇപ്പോൾ വലുതായി സെറ്റിൽഡായി, ഇനി ഉമ്മാക്കൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന മക്കളുണ്ട്. ബിഗ് സല്യൂട്ടാണ് കേട്ടോ നിങ്ങൾക്ക്. നിങ്ങളാണ് മക്കൾ. അങ്ങനെ വിളിച്ചിട്ടാണ് പലയിടത്തിലും നമ്മൾ പോകുന്നത്. ചില വീടുകളിൽ മക്കൾ തിരിഞ്ഞ് നോക്കാണ്ട്, ഒരു 10 ഉറുപ്യ പോലും ചിലവിന് കൊടുക്കാണ്ട് ഇവർ വാടക വീട്ടിലും വേറെ കുടുംബ വീടുകളിലും ഇങ്ങനെ മാറി മാറി വീട്ടു ജോലിയൊക്കെ എടുത്ത് മാറി മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും നമ്മൾ വിളിക്കലുണ്ട്. ഞങ്ങൾക്കൊരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഡയറക്റ്റ് ഒരാളെ കണക്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്തിട്ട് അവർക്ക് യോജിച്ച, അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ അതെത്താൻ വേണ്ടി തന്നെയാണ് ഈ രീതിയിൽ അവർക്കൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അത് വിജയിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേരുടെ വിവാഹം ഇത്തരത്തിൽ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ഇടയിൽ നിന്നിട്ട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ കാരണം ഇതൊന്നും നടക്കുന്നില്ല. പലരുടെ വീഡിയോ ഇടേണ്ടി വരുന്നു, ഒഴിവാക്കേണ്ടി വരുന്നു. അവർ വിളിച്ച് കരയാണ്, ആരെങ്കിലും ഉണ്ടേ മോനെ ഒന്ന് പറയണേ, അവസ്ഥ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചിലർക്ക് വിചാരം വയസ്സാം കാലത്ത് കല്യാണം കഴിച്ച് സുഖിക്കാനായിരിക്കും, പിന്നെ ഒലിക്ക് ലൈംഗികമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടായിരിക്കും, ഒലിക്ക് ഇനിയും മടുത്തിക്കില്ല അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന അത്രയും തരം താണു പോയ കുറേ ആൾക്കാർ വേറെ. നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഒരാൾ ഒറ്റപ്പെടൽ അനുഭവിക്കുക എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്?
ഭർത്താവ് മരണപ്പെട്ട് കുട്ടികളൊക്കെ അവരുടെ കാര്യങ്ങളായി സെറ്റിൽഡായി, അവർക്കൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ ആയി, അവർ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി വിദേശത്തേക്കൊക്കെ പോകുന്നവരും ഉണ്ടാവും, ഇല്ലെങ്കിൽ അവരുടേതായ മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. ഒരു ഉമ്മ, ആ ഉമ്മ ഒറ്റപ്പെട്ടിട്ട് ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നുണ്ടാവും. കുടുംബക്കാരടക്ക് വന്നു പോകുന്നുണ്ടാവും, മക്കളടക്ക് വന്നു പോകുന്നുണ്ടാവും. പക്ഷേ ആ ഒരു വിരഹം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വിരഹം. അപ്പോൾ അവർക്കൊരു കൂട്ടായിട്ട്, അവർക്ക് കഥകൾ പറയാൻ, അവർക്കൊരു മരുന്ന് വാങ്ങാൻ, ഒരു ഹോസ്പിറ്റലിൽ പോകാനായിക്കോട്ടെ, ആ കൈ ചേർത്ത് പിടിച്ച് ഒന്ന് സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കും. അവർക്കാണ് പാർട്ട്ണർ എന്നുള്ളത് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ എക്സ്ക്ലൂസീവായിട്ട് ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നത്. 50 വയസ്സ് കഴിഞ്ഞ് 45 തൊട്ട് 45 മുതലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും, അതേപോലെ അതേ വയസ്സിലുള്ള ആണുങ്ങൾക്ക് വേണ്ടി പാർട്ട്ണറിനെ കണ്ടുപിടിക്കണം. ഒരു 50 വയസ്സിൻ്റെ ഒക്കെ മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചത് ന്യായമായ കാരണമുള്ളവരാണ് കേട്ടോ. ആണുങ്ങൾ പലരും നിലവിൽ ഭാര്യ ഉണ്ടായിട്ട് ഒന്ന് എക്സ്ട്രാ നോക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരെ പറ്റിയല്ല പറയുന്നത്. അല്ലാതെ ജെനുവിനായിട്ട് ഈ ഒറ്റപ്പെടലിലേക്ക് ആയിപ്പോകുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചാനലുമായിട്ട് ഇങ്ങനെ വന്നതും അങ്ങനെ ഓരോന്ന് ചെയ്തതും. പക്ഷേ കാര്യകാരണങ്ങൾ അറിയാണ്ട്, ഓരോരുത്തരുടെ സാഹചര്യം അറിയാണ്ട് നിങ്ങളിതിൽ വന്ന് തോന്നിയത് പറഞ്ഞ് പോകുന്നില്ലേ, അതൊരാൾക്ക് എത്രത്തോളം ഹേർട്ടാകുന്നുണ്ട്, അവരുടെ ജീവിതം നശിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ വീഡിയോ ഇട്ടാൽ ആ കുടുംബം നാറി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണുള്ളത്. എപ്പോഴാണ് നിങ്ങളൊക്കെ ഉണരുക? 2024 ഇനിയും നിങ്ങൾ 90കളിൽ ജീവിക്കുകയാണോ? ഇന്നത്തെ കാലത്ത് ജീവിക്കുക, ഇപ്പോഴത്തേക്ക് വാ. കഴിഞ്ഞതൊക്കെ ഇനിയുള്ള ഇപ്പം എന്താണോ അത് ചിന്തിക്കും. മുമ്പൊക്കെ ഒരു കല്യാണ വീഡിയോ ഇട്ടിട്ട് വധുവിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ അപമാനമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊരു അപമാനമാണോ? സ്വയം ചോദിക്കുക. നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സോഷ്യൽ മീഡിയയിൽ വന്നാൽ പറയുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സാധ്യത നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ചുകൂടെ? തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്ത് പറയാനുള്ളത്, നമ്മളിതിൽ ഇനിയും വീഡിയോസ് ഇടും. ഇനിയും 55 60 വയസ്സുള്ള പോലെ വീഡിയോസ് ഇടും. കല്യാണ ആവശ്യം പറഞ്ഞ് ഇതിൽ ഇടും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അത് അത്രയും തോന്നിയാസം പറയാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും അവരെപ്പറ്റി ഒന്നും അറിയാതെ, ഓക്കെ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഉള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുക. കാരണം നമുക്ക് ഇവരെ പറ്റിയൊന്നും ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ഇവർ വിളിക്കുന്നവർ 5 നിമിഷത്തെ പരിചയം മാത്രമേ ഉണ്ടാവൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലത്തും പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരുടെ ചരിത്രമൊന്നും നമുക്കറിയാൻ വഴിയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഒറിജിനൽ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. കാരണം അതറിയാതെ ആയിപ്പോരുത്. എല്ലാവരോടും നമ്മൾ പറയരുത് എന്താണ് ഏതാണെന്നുള്ളത് തുറന്ന് പറയണം. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് എല്ലാവരോടും പറയലുണ്ട്. ചിലത് പറയാതിരിക്കുന്നവർക്ക് അതിൻ്റെ താഴത്ത് നിങ്ങൾ അവരുടെ കാര്യം പറഞ്ഞു പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അറിയാത്തത് പറയരുത്, ഇല്ലാത്തത് പറയരുത്, ഉള്ളത് നിങ്ങൾക്ക് പറയാം. ഒരാൾക്ക് പിന്നെ കാമവരി കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അടിച്ച് പറയുന്ന വാക്കുകൾ നിങ്ങൾ പറയരുത്. അപേക്ഷയാണ് കേട്ടോ. ഒരാളുടെ ജീവിതം നമ്മൾ ഒരു കമൻറ്റിലൂടെ എന്തിനാണ് നശിപ്പിക്കുന്നത്? അവർക്ക് പാർട്ട്ണറിനെ വേണം, അവർക്ക് കഥകൾ പറയാൻ പാർട്ട്ണറിനെ വേണം, അവർക്കൊരു മരുന്ന് വാങ്ങാൻ ഹോസ്പിറ്റലിൽ പോകാൻ പാർട്ട്ണറിനെ വേണം, അവരുടെ ഈ ഒറ്റപ്പെടൽ എന്നുള്ള ഈ വിരഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പാർട്ട്ണറിനെ വേണം. വയസ്സായ കല്യാണം കഴിക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവർ മോശപ്പെട്ട എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവരൊരു പാർട്ട്ണറിനെ നിയമപരമായിട്ടും മതപരമായിട്ടും ഒക്കെ എടുത്താലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആ ആചാരപ്രകാരം വിവാഹം ചെയ്യാനാണ് നമ്മൾ വിളിക്കുന്നത്. അതിലെന്താ നിങ്ങൾക്ക് ഇത്ര കുരുപൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരു ത്രില്ലായിരിക്കും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ത്രില്ലിന് വേണ്ടി നിങ്ങൾ ഇവരെ ഇനി ഇത് പറയരുത് കേട്ടോ. ഇനി എന്താ പറഞ്ഞിട്ട് വീഡിയോയിൽ നമ്മൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നറിയാം. പിന്നെയും ഇത് വരുമെന്നറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ എടുക്കാൻ നമ്മൾ വിളിക്കുന്ന ആളുകൾ, നിങ്ങൾ നല്ല കാര്യരുമ്പിൻ്റെ വിൽ പവർ നിങ്ങൾക്ക് വേണം. കമൻറ്റ് വന്നാൽ ഞാൻ അങ്ങനെയല്ലല്ലോ, പിന്നെ അവരവിടുന്ന് പറഞ്ഞോട്ടെ, എനിക്കത് വിഷയമല്ല, എനിക്കൊരു പാർട്ട്ണറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, അങ്ങനെ ഒരാളെ കിട്ടിയിട്ടേ ഞാനിത് ഒഴിവാക്കൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് വേണം. അവരോടൊക്കെ പോകാൻ പറയും. ഇവരോടൊക്കെ എത്ര പറഞ്ഞാലും അവർ പറയും അതങ്ങനെ ആയിപ്പോയി. നമ്മളത് എന്നല്ല, ഏത് വീഡിയോൻ്റെ താഴത്ത് നിങ്ങൾ കാണയില്ലേ, നല്ല അത്രയും പ്യുവറായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പോലും 2 3 നെഗറ്റീവ് ഉണ്ടാവും. അത് ചിലരുടെ ഒരു വൈകല്യമാണ്, അത് നമ്മൾ കണക്കിലെടുക്കണ്ട. പിന്നെ കുടുംബക്കാർക്ക് ഇതൊരു അപമാനമാണ്, മാനക്കേടാണ്, നമ്മളാ കുടുംബത്തിൻ്റെ അന്തസ്സ് പോയി എന്നൊന്നും ചിന്തിക്കുന്ന ഇത് 80കളും 90കളും അല്ല, 2024 ഈ കാലഘട്ടത്തിൽ ഒരു വീഡിയോൻ്റെ മുമ്പിൽ വന്ന് വരനെ ആവശ്യമുണ്ട്, എൻ്റെ വരന് ഇന്ന കാര്യങ്ങൾ വേണം, എവിടെയാണുള്ളത് എനിക്ക് തേടി കണ്ടുപിടിക്കുന്ന ഒരു സ്ത്രീ വന്ന് പറഞ്ഞാൽ അത് മാനിടിഞ്ഞു വീഴുന്ന കാര്യമൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ. അതൊന്ന് ചിന്തിക്കുക, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക.
നമ്മൾ ഇപ്പം ഇങ്ങനെ പറയുന്നത് പണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഏതൊക്കെ ആൾക്കാർ പുതിയൊരു കാര്യം സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാവരും കല്ലെറിഞ്ഞിട്ടേ ഉള്ളൂ, നടക്കൂല മറ്റ് കളിയാക്കിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന നമ്മൾ തന്നെയാണ് ഈ കല്യാണത്തിൻ്റെ വീഡിയോ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരനെ ആവശ്യമുണ്ട് വധുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും എന്ന് അറിയാം. പക്ഷേ 2-3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളത് എഴുതി വെച്ചോ, പിൻ ചെയ്ത് വെച്ചോ ഈ വീഡിയോ, ഇതേപോലെ ആയിരിക്കും വിവാഹങ്ങൾ നടക്കുക. 101% ഞാൻ പറയാം. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാണ്ട് ഇനി ഒരു മേഖലയും ഉണ്ടാവില്ല. എല്ലാത്തിലും സോഷ്യൽ മീഡിയേൻ്റെ തരംഗം തന്നെയാണ്. ഇത്രയും വലിയ സാധ്യത നമുക്കുള്ളപ്പോൾ ഒരു ഡയറിയും കക്ഷത്തിൽ വെച്ചിട്ട് ഓരോ വീട് കയറിയിട്ട് ഇവിടെ കെട്ടിക്കാൻ പെൺകുട്ടി ഉണ്ടോയെന്ന് തിരഞ്ഞ് മണിക്കൂറുകളോളം എന്തിനു മെനക്കെടുന്നത്? ഒറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്ത് നിന്ന് എടുത്താൽ കാസർഗോഡുള്ള വരനെ കിട്ടുമെങ്കിൽ ഈ സാധ്യത എന്തുകൊണ്ട് ഉപകാരപ്പെടുത്തിക്കൂടാ? നമ്മൾ ഇനിയും അതൊന്ന് ചിന്തിക്കണം. ചിന്തിച്ച് നോക്ക്. ദയവ് ചെയ്ത് നമ്മളിതിൽ വീഡിയോ ഇടുന്നവർ നിങ്ങൾ ഇത് പറയരുത്. അതേപോലെ ഇത് പറയുന്നത് പേടിച്ചിട്ട് ഒരാളും വീഡിയോ ചെയ്യാൻ മടിച്ച് നിൽക്കരുത്. കുടുംബക്കാർ കുത്തുവാക്കുകൾ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ച് തന്നാൽ ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല എന്ന് അവരോട് പറയാനുള്ളൊരു ഗഡ്സ് നിങ്ങൾ കാണിക്കണമെന്ന് എല്ലാവരോടും പറയാണ്. പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലീഗലി ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഇതും ഉണ്ട്. വേറൊരാളെ പേടിച്ചിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ത്യജിക്കുകയൊന്നും വേണ്ട. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മെഴുകുതിരി പോലെ ഉരുകി അങ്ങ് തീരൂ. അതിൻ്റെ മുമ്പ് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നല്ല രീതിയിൽ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളതിന് ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. മറ്റുള്ളവരെ പേടിച്ച് നമ്മളിങ്ങനെ ജീവിച്ച് നമ്മളെ ജീവിതം പാഴാക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോ? എന്തായാലും ഞങ്ങൾ ഫുൾ സ്ട്രോങ് ആയിട്ട് പവറായിട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ദേശം ഇതേപോലെയുള്ള ആളുകൾക്കൊരു പാർട്ട്ണറിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുത്ത് ഇനിയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും, ഡിലീറ്റ് ചെയ്യേണ്ടി വന്നാലും എടുക്കും. പക്ഷേ നിങ്ങൾക്ക് ആ ഡിലീറ്റ് കൊണ്ട് പാർട്ട്ണറിനെ കിട്ടാണ്ടായി പോകരുത്. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. തിരിച്ച് നീട്ടി അധികം പറയുന്നില്ല. പറഞ്ഞത് കുറച്ച് ഓവറായിപ്പോയെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം അത്രയും ഒരു വിഷമത്തിലും ഒരു ഇതിലും ആയിപ്പോയി. നല്ലത് ചെയ്തിട്ട് അത് നെഗറ്റീവായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങളെ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. കല്യാണത്തിന് വേണ്ടിയിട്ട് 50 വയസ്സിൻ്റെ മുകളിലുള്ളതും 45 വയസ്സിൻ്റെ മുകളിലുള്ളതുമായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോ. കുടുംബക്കാർ തന്നെ ധൈര്യമായിട്ട് കാരണം മാറണം, മുമ്പോട്ട് വാ. എൻ്റെ അമ്മായിൻ്റെ മുകളിൽ എൻ്റെ വീട്ടിലുള്ള ഒരു വിധവയായിട്ടുള്ള ഒരാളുണ്ട്, നമുക്ക് നടത്തണം, പറയുന്നവരോട് പോയി പണി നോക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് വാ, അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക. ആരെയാണ് നമ്മൾ ഈ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്? മറ്റുള്ളവരെ വാക്ക് കേട്ട് എത്ര കാലം നമ്മൾ ജീവിക്കൂ പറയും. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിളിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടും 2 ചാനലാണ്. അതായത് ഭിന്നശേഷിയുള്ള ആളുകളുടെ ചാനൽ ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഒരു ചാനലാണ്. ഇത് ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലാണ്. ഇതിൽ ഭിന്നശേഷി ഇല്ലാത്ത ആളുകളുടെ കല്യാണ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒന്നാണ് എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. ഒന്നല്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പെണ്ണുങ്ങളതാണെങ്കിൽ ഫോട്ടോയും കാര്യമൊന്നും കാണിക്കാണ്ട് കാര്യങ്ങൾ മാത്രം പറയാറുണ്ട്. പക്ഷേ എങ്കിൽ ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഒരാളെ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തണമെങ്കിൽ അവരെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. പക്ഷേ ഇതിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഷോർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ ഈ ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ മാത്രമാണ് ആ ഷോർട്ടായിട്ട് കാര്യങ്ങൾ ഇടുന്നത് കേട്ടോ. രണ്ടും വേറെ വേറെയാണ്. ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടി മാത്രമാണ് എന്നെ വിളിക്കേണ്ടത്. ഇതിലേക്ക് വിളിക്കേണ്ടത് വേറൊരു നമ്പറാണ്, ഇതിൽ കാണിക്കുന്ന നമ്പറാണ്. അത് എൻ്റേതല്ല, നമ്മളെ തന്നെ ഇതിൻ്റെ ആളതാണ്. കോൾ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആക്കിയ ഒരാളാണ്. എല്ലാം കൂടി എനിക്ക് സാധിക്കാത്തത് കൊണ്ട് മൂപ്പരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. അതെല്ലാവരോടും അറിവിലേക്കായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. കട്ടയ്ക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ തട്ടി മാറ്റാൻ നിങ്ങളൊരു ആർമീനെ പോലെ പിന്നിലുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.